ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് മലയാറ്റൂർ മല തിരിച്ചിറങ്ങിയാലോ? തിരിച്ചിറങ്ങുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന് തെന്നിപ്പോയാൽ ഉരുണ്ട് താഴെ ഒറ്റയടിക്ക് എത്തും. അപ്പോൾ ഒന്ന് എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞ് അവരൊക്കെ ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. എനിക്ക് ചുക്ക് കാപ്പിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനതുകൊണ്ട് അത് തൊട്ട് പോലും നോക്കിയില്ല. പിന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ഹാളിൽ പോയി മമ്മീനെയും കണ്ടുമുട്ടി. മമ്മി കുറച്ച് നേരം കൊണ്ട് ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് അവരോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മമ്മീനെ കണ്ടുപിടിച്ച് മമ്മീനെയും കൂട്ടിക്കൊണ്ട് നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് കാര്യമൊന്നുമില്ല പ്രത്യേകം. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ നമ്മൾ ശാന്തമായി സമാധാനത്തോടെ നടന്നു പോയി. നടന്നു പോകുന്ന വഴിക്ക് കടലയൊക്കെ മേടിച്ചായിരുന്നു. കടലയൊക്കെ കുറച്ചുകൊണ്ട് അവർ പുറകെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞിനുള്ള കാര്യം മറക്കരുത്. കളിപ്പാട്ടക്കട കണ്ട അവനാള് വേറെ ഒരു ലെവലാവും. അങ്ങനെ അവൻ കളിപ്പാട്ടവും മേടിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുഖ്യം ഫുഡാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സെറ്റ് ബജിയും മേടിച്ചു. അതങ്ങ് കഴിച്ചു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടും തോന്നി. പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും തോന്നുന്നില്ല. വിശപ്പുള്ളത് കൊണ്ട് ടേസ്റ്റ് തോന്നി. പിന്നെ താഴ്വാരം പള്ളി. നമ്മൾ മലയാറ്റൂർ മല കയറി പള്ളി പോകുന്നതിനോടൊപ്പം തന്നെ തിരിച്ചു വരുമ്പോൾ ഈ താഴ്വാരം പള്ളിയിൽ കൂടി കയറാൻ മറക്കരുത്. അറിയുന്നവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. പിന്നെ എല്ലാ പള്ളിയിലും പോലെ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷം ഈ പള്ളിയിലും ഉണ്ട്. നമുക്ക് സമാധാനത്തോടെ കുറച്ച് നേരം ആ പള്ളിക്കകത്ത് തന്നെ ഇരിക്കാം. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാലടി പാലമാണ് ഇത്. അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണല്ലോ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാലടി പാലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. ഭാഗ്യത്തിന്. കാരണം 9:30 ആയായിരുന്നു. ഹോട്ടലൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചേയില്ല. പിന്നെ ഒരു ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ അങ്ങ് അകത്താക്കി. ഞങ്ങൾ മല കയറുന്നതിന് മുമ്പ് നോമ്പായിരുന്നു. മല കയറി ഇറങ്ങി കഴിയുമ്പോൾ നോമ്പ് അങ്ങ് പോകും. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.